ഈ ധർമ്മജനും മണിച്ചേട്ടനുമായിട്ട് വലിയ ബന്ധമാണ്. ജനുവരി 1-നാണല്ലോ മണിച്ചേട്ടന്റെ പിറന്നാള് എല്ലാ കൊല്ലം തുടക്കത്തില്. അപ്പം അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ചില പരിപാടികളുണ്ടാവും, അതിന് ഞാൻ പോവും. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യം, ഇവരെ തമ്മിൽ കണ്ടത്, മേജർ രവിചേട്ടന്റെ അനിയൻ പട്ടാമ്പി കണ്ണൻ ചേട്ടനുണ്ടല്ലോ, അദ്ദേഹം ഒരു പ്രോഗ്രാം പിടിച്ചു അദ്ദേഹത്തിന്റെ നാട്ടിൽ. കൽപ്പന ചേച്ചി, മണിച്ചേട്ടൻ, ഞങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അവതാരകനാണ്. 6 അടി പൊക്കമുള്ള ഒരു വലിയ സ്റ്റേജാണ്. അപ്പോൾ അടുത്ത പാട്ടം കണ്ട മണിച്ചേട്ടന്റെ പാട്ടാണ്. അപ്പം ഞാനിത് ആങ്കർ ചെയ്യാനായിട്ട് സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ഒരു പാട്ടും കൂടെ ഇടൂ, അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടന്റെ പാട്ടിടാം. ഞാൻ വെച്ചാൽ അതെന്താ, മൂപ്പ് തെറ്റും, ഇതാണ് വാക്ക്. ഞാൻ ഞെട്ടിപ്പോയി, ഇത് എന്തോ ഒരു ബന്ധമില്ലല്ലോ, നമുക്ക് ശ്രദ്ധിക്കല്ലോ. ഞാൻ അത് അടുത്ത് വേറൊരു പാട്ട് അനൗൺസ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ ഈ 6 അടി പൊക്കമുള്ള സ്റ്റേജിന്റെ ബാക്കിൽ എവിടുന്നോ 3-4 ഇഷ്ടികകൾ സംഘടിപ്പിച്ചിട്ട് അവിടെ നടന്ന് വിറക് പെറുക്കിയിട്ട് ഇവനും മണിച്ചേട്ടനും കൂടെ ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ അതിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദിലീപേട്ടൻ ചോദിച്ചു, എടാ US പോകാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു US-ലാ പോലോ. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന് എന്ത് പറഞ്ഞാലും ഒരു ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോണ ടീമെന്ന് പറഞ്ഞാൽ വലിയ ടീമാണ്. എനിക്കറിയാം. ദിലീപേട്ടനുണ്ട്, ഇക്കാക്കുണ്ട്, സലിംകുമാറുണ്ട്, മണിച്ചേട്ടന്റെ കരുത്തും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളാണ്, ഒറ്റക്കൊരു റൂമിൽ കിടക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പുള്ളി ഞാനും കൂടി ഒരു ദിവസം ഇങ്ങനെ എന്തോ കാര്യം പറഞ്ഞിട്ട്, അപ്പോൾ നീ എവിടെ പോണ് നീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദിലീപേട്ടൻ വിളിച്ചിട്ടുണ്ട്, ഇക്കാക്ക കൂടി എങ്ങാണ്ട് പോകുന്നുണ്ട്, അവിടെ പോകണം, അങ്ങനെ പോകാൻ മറ്റേ നമുക്ക് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പോയി. ഞങ്ങൾ പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ കുറേ $, ഇവിടുന്ന് ഇന്ത്യൻ മണി മാറിയിട്ട് കുറേ പൈസ എനിക്കും തന്നിട്ടുണ്ട്, കുറേ പൈസ പുള്ളിയുടെ പോക്കറ്റിലുണ്ട്, ഇതൊക്കെയാണ് ചിലവാക്കണത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് വലിയ ഹോട്ടലാണ്, ഒരു 10-13 നിലയുള്ള ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറുമ്പോൾ കുറേ ഇംഗ്ലീഷ് പിള്ളേർ, നല്ല വെളുത്ത് തുടുത്ത് പയ്യന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളെ രണ്ടുപേരും കൂടി ഈ ലിഫ്റ്റിൽ കയറിയിരിക്കുമ്പോൾ അവന്മാരെന്തോ ആഘോഷമൊക്കെയാണ്. ഞങ്ങളെ കണ്ടിട്ട് ഇവന്മാർ ബ്ലഡി ഇന്ത്യൻസ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പം പുള്ളിക്ക് കലിപ്പാണ്ട്. അപ്പം എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ഈ പുള്ളി പിടിച്ച ആ പിള്ളേർക്കിട്ട് ഇടിച്ചാൽ അമേരിക്കയിൽ നിന്ന് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു പേടിയിലാണ് ഞാൻ നിൽക്കണത്. ഇയാൾ ഭയങ്കര ഇങ്ങനെയുള്ള എന്നൊക്കെ ഓർത്തിട്ട് ഞാനിങ്ങനെ പേടിച്ച് ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഏതോ ഒരു ഫ്ലോറിൽ ഈ പിള്ളേർ ഇറങ്ങിപ്പോയി. അവിടെ ഭയങ്കര ബഹളമൊക്കെ കിടക്കുന്നുണ്ട്. അടുത്ത 2-3 ഇത് കഴിഞ്ഞിട്ട് ഞാനും മണിച്ചേട്ടനും കൂടി ഇറങ്ങി. അപ്പം മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞാണേ, ഈ അമേരിക്ക എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് ചാലക്കുടിയിൽ വന്ന് ഇനി ഇവനെയൊക്കെ ഇടിച്ച് നശിപ്പിക്കുന്നു. എല്ലാ കൊല്ലവും അദ്ദേഹത്തിന്റെ ഒരു ചരമദിനമാകുമ്പോൾ മിനിമം കേരളത്തിൽ എവിടുന്നും 2 സ്ഥലത്തും നമ്മളൊരു പരിപാടിക്ക് വിളിക്കും. ഇവിടെ ഒരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓട്ടോ തൊഴിലാളികളുടെ യൂണിയൻ കേരളം മുഴുവൻ അംഗീകായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. ഒരു സകലകലാവല്ലഭൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ അദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ മലമലലൂയ എന്ന് പറയുന്ന പാട്ട് പാടിയതിനെ പറ്റി MG രാധാകൃഷ്ണൻ സാറ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്, വരുന്നു നേരെ ഒരു ഇതെടുക്കുന്നു, ഒറ്റ ടേക്കിൽ വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാടിയിട്ട് പോകുന്നു എന്ന് പറയുന്നു. അപ്പം ഗായകനായിട്ടോ അഭിനേതാവായിട്ടോ, ഇനി അഭിനേതാവാണെങ്കിലും ഈ മറ്റ് ഭാഷകളിലെ സിനിമകളിൽ പോയതിന് ശേഷമൊന്നും അതൊന്നും അദ്ദേഹത്തെ അങ്ങനെ ഭ്രമിപ്പിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. സമീപകാലത്ത് മണിച്ചേട്ടനെ വേദികളിൽ അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, ഏറ്റവും ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ള, അതിൻ്റെ ഒരു ഈണവും താളവും മീറ്ററിങ്ങും ഒക്കെ ഏറ്റവും കൃത്യമായിട്ട് തോന്നിയിട്ടുള്ളൊരു കലാകാരൻ മണിച്ചേട്ടൻ തന്നെ. ഇദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. മണിച്ചേട്ടൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുകരിക്കുന്നവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിന്നെയാണ് എന്ന് പറഞ്ഞ അംഗീകാരം ലഭിച്ചിട്ടുള്ളൊരു കലാകാരൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വരവും പ്രകടനവും നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തോട് സംസാരിക്കാം. ഓർമ്മയിലെന്നും കലാഭവൻ മണി എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രഞ്ജു ചാലക്കുടി. ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. ഓരമ്മാമി കൊയിലൂതണ് ചങ്കരമാമി താളടിച്ചണ് ഇത് കണ്ടിട്ടമ്പ്രോ താള് തോച്ചണ തൊയ്യമ്മയ്യപ്പന്താര. കൊച്ചിൻ്റെ ചെന്നെല്ലും മാറ്റി വാട്ടി വെച്ച് ഇതങ്ങനെ, കൊച്ചിൻ്റെ ചെന്നെല്ലും മാറ്റി വാട്ടി വെച്ച് ഇട്ടങ്ങനെ, ഇല്ലി പള്ളിൻ്റെ കോടെ ഓടണ ഓട്ടം കണ്ടയ്യപ്പന്താര.
ഇല്ലി പള്ളിന്റെ കോടെ ഓടണ ഓട്ടം കണ്ട അയ്യപ്പൻ താരാ ചങ്കരമാമി താളടിച്ചണ്. രഞ്ജു നമസ്കാരം. നമസ്കാരം. രഞ്ജു മണിച്ചേട്ടന്റെ മുന്നിൽ മണിച്ചേട്ടനെ അവതരിപ്പിച്ചിട്ടില്ലേ? ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയാറ്? വലിയ ഭാഗ്യമാണ് അത്. ഒരു 14ാമത്തെ വയസ്സിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ കൂടെ ഒരു പെർഫോമൻസ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ അതിരപ്പള്ളിയിൽ പെരിങ്ങൽക്കുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓണാഘോഷത്തിനോടനുബന്ധിച്ചൊരു പ്രമുഖ ചാനലിൽ പ്രസിഡേച്ചിയുടെ കെയർ ഓഫിൽ പ്രസിഡേച്ചി എനിക്കൊരു അവസരം അതിലൂടെ കിട്ടി. അങ്ങനെ മണിച്ചേട്ടനെ ആദ്യം അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പാട്ട് പാടാൻ ആ ഒരു അവസരം ഞാൻ പലതവണ ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കുന്നൊരു രീതി എനിക്കുണ്ട്, അന്നേ ഉണ്ട്. അപ്പോൾ ചേട്ടാ ഒരു പാട്ട് ഇങ്ങനെ നമ്മൾ പിന്നാലെ നിൽക്കും. അപ്പം അദ്ദേഹം പാടിക്കാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഞാൻ ഈ മാങ്ങക്കറിയും താളിച്ചോട്ടെ തേങ്ങ. അപ്പൊ ആളങ്ങനെ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയി പോയി. വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താ മണിച്ചേട്ടൻ അവിടെ അപ്രതീക്ഷിതമായിട്ട് മൈക്കിലൂടെ എൻ്റെ പോലെ പാടുന്നു. എൻ്റെ വീടിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യം ആ പ്രോഗ്രാമായിരുന്നു. അവിടെ ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ കുറച്ച് പാട്ടുകൾ പാടാൻ എനിക്ക് അവസരം കിട്ടി. അതിനുശേഷം വിയൂർ സെൻട്രൽ ജയിൽ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ചെയ്യാൻ പറ്റി. അല്ല, അന്നും മണിച്ചേട്ടന്റെ പാട്ടുകളാണോ പാടുന്നത്? മണിച്ചേട്ടൻ്റെ പാട്ടും അല്ലാത്ത പാട്ടുകൾ നാടൻ. ഞാൻ സിംഗറായിരുന്നു, സിംഗറാണ്. പക്ഷെ ഞാൻ അന്നത്തെ എൻ്റെ ചെറുപ്പത്തിൽ പാടുന്ന സമയത്ത് ഈ നാടൻ പാട്ടിന്റെ ശൈലിയിൽ ഇപ്പോൾ ഓരോ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആദി പറഞ്ഞ മുത്തപ്പന്മാരൊക്കെ പാടുമ്പോ ആദി പറഞ്ഞ മുത്തപ്പന്മാരേ, ഇത് മണിച്ചേട്ടൻ പാടുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതിനകത്ത് ഒരു വ്യത്യാസം വരും, കുറച്ച് സ്കെയിലൊക്കെ കയറും. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പൊ കോരമമ്മി ആയാലും ഇപ്പൊ പാടി പൊട്ടാണെങ്കിലും കൊച്ചിന്നച്ചൻ ചത്തോണ്ടല്ല ഈ സാധനം കൂടുതലാ. അപ്പൊ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യലുണ്ട്. ഞാന് സ്റ്റേജിൽ രഞ്ജു ചെയ്യുന്നൊക്കെ നമ്മൾ ടെലിവിഷൻ ഷോകളിലോ അതിലൊക്കെ കണ്ടിട്ടുണ്ട്. രഞ്ജു ഇവിടെ വരുമ്പം ഈ മണിച്ചേട്ടൻ്റെ വ്യക്തിപരമായി പരിചയമുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ സിനിമ കാണുന്ന മണിച്ചേട്ടനും അല്ല, അതിനും അപ്പുറം സംസാരിക്കുന്ന മണിച്ചേട്ടന്റെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സും മാനറിസംസും ഒക്കെ ഉണ്ട്. അത് വളരെ കീനായിട്ട് നോക്കി കൃത്യമായിട്ട് കാണിക്കുന്ന ഒരാളാണ് രഞ്ജു. ചേട്ടൻ ഒന്ന് സംസാരിച്ച് ചോദിക്കും. ഒറിജിനൽ മണിച്ചേട്ടനോട് സംസാരിച്ച രഞ്ജു തിരിച്ച് മണിച്ചേട്ടനായിട്ട് ചില രൂപം ഒക്കെ കാണിച്ച ചേട്ടാ, അടുത്ത ആഴ്ച പള്ളിയിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ചാലക്കുടിയില്? അതിന് എത്ര പേര് വേണം? നമ്മൾ എത്ര പേര് വരണം? നീ ഒരാളെന്നെ പോരാ, പിന്നെ ഇതിന് എത്ര പേര്? അതെന്നെ ധാരാളല്ലേ? അല്ല, നമ്മുടെ പീറ്ററില്ലേ, പീറ്ററിന്റെ അപ്പന്റെ ആണ്ടാന്നാണ് പറഞ്ഞതേ. അപ്പൊ അതിനാണ് നമ്മൾ വന്നിട്ട് പരിപാടി നടത്തേണ്ടത്. അത് ശരിക്കും ആണ്ടിന് അങ്ങനെ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. അല്ല, ഇതിപ്പം ആണ്ടായാലും സംക്രാന്തി ആയാലും നമ്മൾ ഉള്ളോണ്ട് ഓണം പോലെ ആക്കാന്നാണല്ലോ. എന്തായാലും നമുക്ക് ചെയ്യാം. എടാ നീ ഇത് മറ്റേ ഇത് സ്വർണ്ണം ഉണ്ടത് എന്റെ ഏറ്റവും വലിയ സ്വർണ്ണം അല്ലടാ നീ, അതിൽ വലിയ സ്വർണ്ണം ഉണ്ടോ? അപ്പൊ എന്റെ കൂട്ടുകാരന്മാരെ എന്റെ ഫോണിലേക്ക് ഇടയ്ക്ക് വിളിക്കും. അന്ന് എനിക്ക് സ്വന്തമായിട്ട് മൊബൈലില്ല, തൊട്ടപ്പുറത്തെ അയൽപ്പക്കത്തേക്ക് വിളിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സാണ്, അപ്പോൾ നീ മണിച്ചേട്ടൻ്റെ വോയിസിൽ സംസാരിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ ഫോൺ എടുക്കണ വഴിക്ക് ഏതറാ എന്ന് ചോദിക്കണം. അങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട്സുകൾ ഇടയ്ക്ക് വിളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അയൽപ്പക്കത്തേക്ക് കോൾ വന്നു. ഞാൻ രഞ്ജിത്തിൻ്റെ കോൾ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു. ഞാൻ ചെന്നെടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ പേര് ഇവരാരെങ്കിലും ആയിരിക്കും എന്നാ. ഞാൻ ചോദിച്ചു, അപ്പോൾ ഇങ്ങനെ ഈ വോയിസിൽ ഹലോ ഇതാരെ സംസാരിക്കണേ? അപ്പൊ അവിടുന്ന് നീ ആരാ? അപ്പൊ ഞാൻ ഇത് എക്കോ അടിച്ചിട്ട് തിരിച്ച് കിട്ടാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്. ഞാൻ കലാപമണി. അപ്പൊ പിന്നെ ഞാൻ ആരാ? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവന്റെ ഒരു കാര്യം, നമ്മള് ഇക്കാക്കുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, ദിലീപേട്ടനൊക്കെയുള്ള ഷോ ബാംഗ്ലൂര് ചെല്ലുമ്പോ ഇക്കാക്കയും ഞാനും ഇവനൊക്കെ സ്റ്റേജിലോട്ട് കയറി. ഇവൻ അവിടെ ബാക്കില് മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് വിഗൊക്കെ വെച്ചിട്ടിരിക്കണേ. അപ്പൊ ദിലീപേട്ടൻ ദിലീപിനെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കണ്ടിട്ടില്ല, ഇവനെ കണ്ടിട്ടേ ഇല്ല. മേക്കപ്പ് റൂമിലേക്ക് കയറിയപ്പോ പെട്ടെന്ന് എന്നും പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഇത്, അതായത് സൈഡിൽ വന്നിരുന്നിട്ട് എൻ്റെ ഒരു സീറ്റിന്റെ പകുതിയിൽ ഇരുന്നിട്ട് ഇവന്റെ പാട്ടും ഇവന്റെ സ്ക്രീനിലുള്ള പെർഫോമൻസും കണ്ടിട്ട് എവിടെ ഇപ്പൊ ഭയങ്കര കറക്റ്റ്. അല്ല, ദിലീപേട്ടൻ അന്ന് ഗ്രീൻ റൂമില് ഇവൻ ഒരുങ്ങിയിരിക്കുക. അപ്പൊ ഇവൻ ഒരുങ്ങിയിരിക്കുന്നത് ദിലീപേട്ടൻ എക്സ്പെക്ട് ചെയ്തില്ല. ദിലീപേട്ടൻ ഗസ്റ്റ്, ദിലീപേട്ടൻ വന്ന് ഡോർ തുറന്നപ്പോ ഇവനെ കണ്ടു. ഇവനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എടാ ഒരു സെക്കൻഡ് തകർന്നു പോയി, കാരണം ഞാൻ പെട്ടെന്ന് മണി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി, അത് വല്ലാതെ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ആ ലെവലിലാണ്. അപ്പം മണിച്ചേട്ടന്റെ ഓർമ്മയിലെന്നും എന്ന് പറയുന്ന പരിപാടിയിൽ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും അനുകരിച്ചു കൊണ്ടും എല്ലാം നമുക്ക് വീണ്ടും അദ്ദേഹത്തിന്റെ കുറെ ഓർമ്മകൾ സമ്മാനിച്ചു.
ഒരുപാട് വേദികൾ പരിപാടികളെല്ലാം ഇനിയും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. രഞ്ജു, വളരെ നന്ദി Thank you. നമ്മുടെ Thank you so എപ്പിസോഡിന്റെ ഭാഗമായതിൽ. താങ്ക് യു താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.